ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ജംബറിങ് ഉപയോഗിച്ചിട്ടുള്ള കമ്മലുകളാണ് ചെയ്യുന്നത്. 3 ഡിസൈൻസ് ഞാനിവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ മെറ്റീരിയൽസ് ആദ്യം തന്നെ നോക്കാം. അപ്പോൾ ഇവിടെ ജംബറിങ്സ് തന്നെയാണ് മെയിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. 3 എടുത്തിട്ടുണ്ട് ഒരു കമ്മലിനായിട്ട്. പിന്നെ 3 വൈറ്റ് കളർ 2mm സൈസ് വരുന്ന മുത്ത്, 3 ഹെഡ് പിന്ന്, പിന്നെ ഇയർ ഹുക്ക്, പിന്നെ നമുക്ക് ചെയ്യാനുള്ള ടൂൾസാണ് കട്ടർ ആൻഡ് പ്ലെയർ. ഇത്രയും മെറ്റീരിയൽസാണ് നമുക്ക് ഇന്ന് ആവശ്യമുള്ളത്. ഇതേ മെറ്റീരിയൽസ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ 3 ഡിസൈൻസും ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി എങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യം ഹെഡ് പിൻ എടുക്കാം. ഹെഡ് പിന്ന് അറിയാമല്ലോ, അത് മൊട്ട് സൂചി പോലെ ഇരിക്കുന്ന അത് ഹെഡ് പിന്നിൽ നമുക്കൊരു മുത്ത് കോർക്കാം. 2mm സൈസ് വരുന്ന വൈറ്റ് കളർ മുത്താണ് എടുത്തിരിക്കുന്നത്. വൈറ്റ് കളർ മുത്തിന് പകരം ക്രിസ്റ്റൽസോ അല്ലെങ്കിൽ കുറച്ച് വലിയ മുത്തെല്ലാം യൂസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് അതിന് മുകളിലായിട്ടൊരു ലൂപ്പ് ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എക്സ്ട്രാ വരുന്ന ലെങ്ത്ത് അത് കട്ട് ചെയ്ത് മാറ്റുക. നെക്സ്റ്റ് നമുക്ക് പ്ലെയർ യൂസ് ചെയ്തിട്ട് അവിടെ ഒരു ലൂപ്പ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ലൂപ്പ് ഉണ്ടാക്കാനായിട്ട് ഫസ്റ്റ് ഒരു സൈഡിലോട്ട് ബെൻഡ് ചെയ്യുക. നെക്സ്റ്റ് അത് പതുക്കെ തിരിച്ച് ബാക്ക് സൈഡിലോട്ട് ബെൻഡ് ചെയ്ത് നല്ല റൗണ്ട് ഷേപ്പിൽ നമുക്കൊരു ചെറിയ ഭംഗിയുള്ള ലൂപ്പ് ഉണ്ടാക്കിയെടുക്കാം. അപ്പം നമ്മൾ ഒരെണ്ണം ഉണ്ടാക്കി ഇതേപോലെ തന്നെ ബാക്കി 2 മുത്തുകൾ കൂടി കോർത്ത് ലൂപ്പ് ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റിന് ജംബറിങ് എടുക്കുക. അതൊന്ന് അകത്തിയ ശേഷം അതിൽ ഒരു മുത്ത് കോർക്കും. അതായത് ആ മുത്തിൻ്റെ ലൂപ്പ് ഉണ്ടല്ലോ, ആ ലൂപ്പ് ആ ഒരു ജംബറിങ്ങിൽ കോർക്കുക. നെക്സ്റ്റ് അത് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ജംബറിങ് എടുക്കുക. അതും ഇതുപോലെ തന്നെ ഒന്ന് അകത്തിയ ശേഷം നമ്മളിപ്പോൾ കോർത്ത് വെച്ചിരിക്കുന്ന മുത്തിൻ്റെ ലൂപ്പ് ഉണ്ടല്ലോ, അതായത് ഈ മുത്തിൽ നമ്മൾ 2 ജംബറിങ് ആണ് ഫസ്റ്റ് കോർത്താലും അങ്ങനെ ചെയ്താലും മതി. നമ്മൾ ആദ്യം ഒരു ജംബറിങ്ങിൽ ഒരു മുത്ത് കോർത്തു. അപ്പോൾ ആ മുത്തിൻ്റെ ലൂപ്പിൽ കൂടെ തന്നെയാണ് രണ്ടാമത്തെ ജംബറിങ്ങും കോർക്കുന്നത്. അതിനുശേഷം അതിലും നമ്മളൊരു മുത്ത് കോർക്കണം. അപ്പോൾ ആദ്യം കോർത്ത മുത്തിൻ്റെ ലൂപ്പിൽ കൂടെ രണ്ടാമത്തെ ജംബറിങ് കോർക്കുക. വീണ്ടും ആ ജംബറിങ്ങിൽ തന്നെ ഒരു മുത്ത് കൂടി കോർക്കുക. വീണ്ടും നമ്മൾ അടുത്ത ജംബറിങ് അകത്തുക. ഇപ്പോൾ കോർത്ത മുത്തുണ്ടല്ലോ, സെക്കൻഡ് ജംബറിങ്ങിൽ കോർത്ത മുത്തിൻ്റെ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടിയാണ് നമ്മൾ 3ാമത്തെ ജംബറിങ് കോർക്കുന്നത്. അപ്പോൾ ആദ്യം അത് ഒരു റിങ്ങിൻ്റെ ഉള്ളിലോട്ട് ഒരു മുത്ത് വരുന്ന പോലെയാണ് കോർക്കുന്നത്. അപ്പോൾ ഓരോ മുത്ത് കോർത്ത് കഴിയുമ്പോഴും അടുത്ത ജംബറിങ് ആ മുത്തിൻ്റെ, അതായത് ആദ്യം കോർത്ത മുത്തിൻ്റെ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ വേണം നമ്മൾ കോർത്തെടുക്കാൻ. അപ്പോൾ ഇത്രയും കോർത്ത് കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റ് മുത്ത് നമ്മളിവിടെ കോർത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ ഏറ്റവും ലാസ്റ്റ് ഈ ഹുക്ക് കൂടി കോർക്കുന്നത്. അപ്പോൾ ഹുക്കിൻ്റെ ലൂപ്പ് ഒന്ന് അകത്തിയിട്ട് നമുക്ക് ഏറ്റവും ലാസ്റ്റ് കോർത്ത മുത്തിൻ്റെ ആ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ കോർക്കാം. എങ്കിലേ മുത്തുകൾ മുകളിൽ നിന്ന് താഴോട്ട് കറക്റ്റായിട്ട് നിൽക്കുകയുള്ളൂ. നമ്മളെ മുത്തിൻ്റെ ലൂപ്പിൽ കൂടെ കോർത്തില്ല പറഞ്ഞാൽ മുത്തെല്ലാം ജംബറിങ്ങിൻ്റെ താഴെ വന്ന് നിൽക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഒരു ഡിസൈൻ നമ്മളിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനേക്കാൾ സിമ്പിളായിട്ടുള്ള വേറെ 2 ഡിസൈൻ കൂടി നോക്കാം. ഇതേ മെറ്റീരിയൽസ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ 2 ജംബറിങ്ങിൽ ഓരോ മുത്ത് കോർത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു മുത്ത് കോർക്കാത്ത ജംബറിങ് എടുക്കുക. അതിലോട്ട് ഈ മുത്തിൻ്റെ, അത് കോർത്ത് വെച്ച മുത്തിൻ്റെ ലൂപ്പിൻ്റെ ഉള്ളിലൂടെ നമ്മൾ നേരത്തെ കോർത്തോടെ തന്നെ മുത്തിൻ്റെ ഉള്ളിൽ കൂടെ കോർക്കുക. അതായത് 2 മുത്തിൻ്റെ ഉള്ളിൽ കൂടിയും ഒരു ജംബറിങ്ങാണ് കോർക്കുന്നത്. അപ്പോൾ മുത്ത് കോർത്ത് വെച്ച ജംബറിങ് അവിടെ ഉണ്ട്. അതിൻ്റെ ആ മുത്തിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ കോർക്കുന്നത്. അതിനുശേഷം പ്ലെയിനായിട്ട് ഒരു മുത്ത് മാത്രം ആ ജംബറിങ്ങിൽ കോർക്കുക. അതായത് കോർത്ത് വെച്ച 2 മുത്തിൻ്റെ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ കോർത്ത ശേഷം ഒരു മുത്ത് ഈ ജംബറിങ്ങിൽ കോർക്കുക. നെക്സ്റ്റ് നമ്മൾ ഈ ഹുക്കൊന്ന് അകത്തിയ ശേഷം ഏറ്റവും മുകളിൽ നമ്മൾ ഒരു മുത്ത് മാത്രം കോർത്തില്ലേ, ആ മുത്തിൻ്റെ ലൂപ്പിലോട്ട് കോർക്കുക. എന്നിട്ട് ഇത് ക്ലോസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ കമ്മൽ റെഡിയായി ഇത്രയേ ഉള്ളൂ. അതായത് ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ, അത് മുകളിൽ ഒരു റിങ്ങും താഴെ 2 റിങ്ങും വരുന്ന പോലെ ഒരു ഡിസൈനാണ് നമുക്കിപ്പോൾ കിട്ടിയത്. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ 3 ജംബറിങ്ങും 3 മുത്തും മാത്രം ഉപയോഗിച്ചിട്ട് തന്നെയാണ്, അത് അതേ സെയിം മെറ്റീരിയൽസ് തന്നെയാണ് നമ്മൾ ഇതിനും എടുത്തിരിക്കുന്നത്. ഇനി 3ാമത്തെ ഡിസൈൻ പറഞ്ഞാൽ ഇതിനേക്കാൾ സിമ്പിളാണ്. നമുക്ക് ഇത്രയും ജംബറിങ്ങും മുത്തൊന്നും ആവശ്യമില്ല. അപ്പോൾ നമുക്ക് അതുകൂടി നോക്കാം. അപ്പോൾ ഇതിൽ ഞാനിവിടെ 2 മുത്തും ഒരു ജംബറിങ്ങും ഹുക്കുമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ജംബറിങ് എടുക്കുക. അതിലോട്ട് നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന 2 മുത്തും കോർക്കാം. 2 മുത്തിൻ്റെ ലൂപ്പിലൂടെയും ഈ ജംബറിങ് എടുത്ത ശേഷം ജംബറിങ് ക്ലോസ് ചെയ്യുക. നെക്സ്റ്റ് നമ്മൾ ഈ ഹുക്ക് ഉണ്ടല്ലോ, അതിൻ്റെ ലൂപ്പ് അകത്തിയ ശേഷം നമ്മൾ ഈ കോർത്തിരിക്കുന്ന 2 മുത്തിൽ ഒരു മുത്തിൻ്റെ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഈ ഹുക്ക് കോർക്കാം. അതായത് നമ്മൾ ഒരു മുത്ത് മാത്രം മുകളിലും അതിൻ്റെ റിങ്ങിൻ്റെ താഴെ ഒരു മുത്ത് വരുന്ന പോലെയാണ് കോർത്തിരിക്കുന്നത്. 2 മുത്ത് ഒരു ജംബറിങ്ങിൻ്റെ ഉള്ളിലൊരു മുത്ത്, ഒരു മുത്ത് താഴെ. അപ്പോൾ ഇത്രയുള്ള നമ്മൾ ഈ താഴെ ഒരു മുത്ത് കോർത്ത് അവിടെ സിമ്പിളായിട്ട് ഇപ്പോൾ 1 കോർത്തോളൂ, 3 5 വരെ കോർത്താൽ നല്ല ഭംഗിയുണ്ടാകും. കുറച്ച് തിക്കായിട്ട് വേണമെങ്കിലും കോർക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മൾ 3 ഡിസൈൻ ഇവിടെ കഴിഞ്ഞു. അപ്പോൾ വീഡിയോ അവസാനിക്കുകയാണ്. സിമ്പിൾ ഡിസൈൻസാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവർക്കും ബൈ, താങ്ക് യു.